പല ആളുകളുടെയും ധാരണ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജമാഅത്ത് നിസ്കരിക്കുക, ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അത് നാം ഒരുമിച്ച് ചെയ്യുമ്പോൾ ജമ്മും ഖസ്റുമാക്കി നിസ്കരിക്കുക എന്ന് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം, ഒരു ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. പല സമയങ്ങളിലായി പല ദൂരങ്ങളിലേക്ക് നാം യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്രയിൽ നമുക്കൊരിക്കലും നിസ്കാരം ഒഴിവാക്കാനുള്ള പെർമിഷൻ ഇല്ല. ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ബോധമുണ്ടെങ്കിൽ അയാൾക്ക് നിർബന്ധമായും നിസ്കാരം നിലനിർത്തേണ്ടതുണ്ട്. ജംഅ്, ഖസ്ർ എന്നെല്ലാം പല ആളുകളും കേട്ടവരാണ്. എന്നാൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തതിന്റെ പേരിൽ നിസ്കാരത്തെ ജംആക്കി നിസ്കരിക്കാൻ സാധിക്കാതെ ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പല ആളുകൾക്കുമുണ്ട്. ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഒരാളും നിസ്കാരം യാത്രയിൽ നഷ്ടപ്പെടാൻ സാധ്യത പാടില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ ജംഉം ഖസ്റും ജംആക്കിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. നമുക്കറിയാം, യാത്രയുടെ ദൂരം അത് 2 മർഹല അഥവാ 132 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലാണ് ജംആക്കാനുള്ള അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾ എത്ര ദൂരത്തേക്കാണ് എന്ന് നാം മനസ്സിലാക്കിയതിനു ശേഷം 132 കിലോമീറ്ററിന് അപ്പുറം നാം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫർ, ഈ ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും. നിസ്കാരം ഒഴിവാക്കാതിരിക്കാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഹലാലായ യാത്രയായിരിക്കണം. ഒരിക്കലും ഹറാമിന്റെ യാത്രയിൽ ചില മഹാന്മാർ പറയുന്നുണ്ട്, വെറുതെ നാട് ചുറ്റിക്കാണൽ മാത്രമുള്ള യാത്ര, മറ്റൊരു ഉദ്ദേശങ്ങളും ഇല്ലാതെ വെറും നാട് ചുറ്റിക്കാണൽ മാത്രമുള്ള യാത്രയിൽ ജംആക്കൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞ മഹാന്മാർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജംആക്കാവുന്നതാണ്. ജംആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ളുഹ്റിനെ അസറിലേക്കും അതല്ലെങ്കിൽ അസറിനെ ളുഹ്റിലേക്കും ജംആക്കി നിസ്കരിക്കാം. ളുഹ്റിനെ അസറിലേക്ക് ജംആക്കുമ്പോൾ അതിന് പിന്തിച്ച് ജംആക്കുക എന്നും, വരാനിരിക്കുന്ന അസറിനെ ളുഹ്റിലേക്ക് ജംആക്കുമ്പോൾ അതിനെ മുന്തിച്ച് ജംആക്കുക എന്നും പറയും. ഇതുപോലെ തന്നെ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ചും ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ചും നമുക്ക് ജംആക്കാൻ സാധിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ നിസ്കാരത്തിന് നാം ശ്രദ്ധിക്കേണ്ട ഷർത്തുകൾ അതല്ലെങ്കിൽ നിബന്ധനകൾ എന്തെല്ലാമാണ് എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. യാത്രയിൽ ജംആക്കി നിസ്കരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ രോഗികൾക്കും നല്ല ശക്തമായ മഴയുള്ളപ്പോഴും ജംആക്കാൻ പെർമിഷനുമുണ്ട്. അതിന്റെ ഷർത്തുകൾ എന്തെല്ലാമെന്ന് വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കണം. ഇപ്പോൾ നാം പഠിക്കുന്നത് യാത്രയുടെ കാര്യങ്ങളാണ്. യാത്ര ആരംഭിച്ച് നാം ഒരു സ്ഥലത്ത് നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ആ നാടിന്റെ അതിർത്തി വിട്ട് കടന്നാലാണ് നമുക്ക് ജംആക്കാൻ പറ്റുകയുള്ളൂ. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ളുഹറിന്റെ സമയമായി, അപ്പോൾ ഇനി നിസ്കരിക്കുന്നത് ജംആക്കി നിസ്കരിക്കാം, എന്നാൽ അവനിക്കത് അനുവദനീയമല്ല. കാരണം അവൻ യാത്ര തുടങ്ങുന്നേ ഉള്ളൂ. യാത്ര തുടങ്ങി നാടിന്റെ അതിർത്തി വിട്ടുകിടക്കലോടുകൂടെ തന്നെ ജംആക്കാൻ അവനിക്ക് പറ്റുന്നതാണ്. ഇവിടെ മുന്തിച്ച് ജംആക്കാൻ 5 ഷർത്തുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ഷർത്ത്, ഒന്നാമത്തെ നിസ്കാരത്തിൽ നാം മുന്തിച്ച് ജംആക്കുകയാണ്. അഥവാ വ്യക്തമായി പറയുകയാണെങ്കിൽ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുകയാണ്. ഇവിടെ ളുഹറിന്റെ സമയത്താണ് നാം അസറിനെ കൂടി നിസ്കരിക്കുന്നത്. അപ്പോൾ നാം ളുഹറിനെ ആദ്യമായി നിസ്കരിക്കുക. അതിൽ ആ നിസ്കാരത്തിന്റെ നിയ്യത്തിലോ അതല്ലെങ്കിൽ അതിന്റെ ഇടക്കോ ആ നിസ്കാരത്തിന്റെ ളുഹറിന്റെ സലാം വീട്ടുന്നതിന്റെ മുൻപ് അസറിന്റെ നിയ്യത്തിന്, അസറിനെ നാം ജംആക്കി നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കുക. അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് നാം കരുതലാണ് ഒന്നാമത്തെ ഷർത്ത്, ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത്,
തർത്തീബ് ഉണ്ടായിരിക്കണം. മുൻപിച്ച് ജമാക്കി നിസ്കരിക്കുന്ന ഒരാൾ ആദ്യം ളുഹർ നിസ്കരിക്കണം, പിന്നീട് മാത്രമേ അസ്ർ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ മഗ്രിബ് നിസ്കരിച്ച് അതിനുശേഷം മാത്രമേ ഇശാ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ മുൻപിച്ച് ജമാക്കുമ്പോൾ. മൂന്നാമത്തെ ഷർത്ത് തുടരെ തുടരെ ഉടനെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു നിസ്കാരം കഴിഞ്ഞതോ ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ അസ്ർ നിസ്കരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ സമയത്തിനും അപ്പുറം കടന്നു പോകാൻ പാടില്ല. അപ്പോൾ അത് ഉടനെ എന്നുള്ള ആ ഷർത്ത് നഷ്ടപ്പെടുകയും അയാൾക്ക് ളുഹറും അസ്റും ജംആക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ലാതെയാവുകയും ചെയ്യും. 4ാമത്തെ ഷർത്ത് രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നത് വരെ, രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് വരെ യാത്ര ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് വരെ നമ്മുടെ യാത്ര ഉണ്ടായിരിക്കൽ ഷർത്താണ്. പല ആളുകളും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ നിസ്കരിക്കുന്നവരുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്തിൽ തന്നെ നമ്മുടെ യാത്ര അവസാനിച്ചാൽ അയാൾക്ക് ആ ജംഅ് നഷ്ടപ്പെടുകയും ശേഷമുള്ള നിസ്കാരം അതിന്റെ സമയത്തിൽ നിസ്കരിക്കുകയും വേണം. രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയം നമ്മുടെ യാത്രയിലായിരിക്കണം ആരംഭിക്കേണ്ടത്. 5ാമത്തെ അവസാനത്തെ ഷർത്ത് മുന്തിച്ച് ജമാക്കുന്നതിനുള്ള അവസാനത്തെ ഷർത്ത് ഒന്നാമത്തെ നിസ്കാരം ശരിയായിട്ടുണ്ട് എന്ന ധാരണ, എന്ന വന്ന് ഉണ്ടായിരിക്കണം, ഭാവന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഈ 5 ഷർത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതുമാണ് ഒന്നാമത്തെ ഷർത്ത്. അഥവാ നിസ്കാരത്തിന്റെ ഇടയിൽ നാം ശേഷമുള്ള നിസ്കാരത്തെ ളുഹറിൽ നിസ്കരിക്കുമ്പോൾ അസറിനെ, അതല്ലെങ്കിൽ മഗ്രിബിൽ നിസ്കരിക്കുമ്പോൾ ഇശാഇനെ നാം ജംആക്കി നിസ്കരിക്കും എന്ന നിയ്യത്ത് നാം കരുതുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ശേഷം നാം ആദ്യം ളുഹർ നിസ്കരിച്ചു, അതിന്റെ ഇടക്ക് നാം അസറിനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കും എന്ന് കരുതി, അതല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിച്ചു ഇശാഇനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്ന് കരുതി തുടർന്ന് സലാം വീട്ടിയതിനു ശേഷം സാധാരണ രൂപത്തിൽ അസ്ർ നിസ്കരിക്കുക. അതുപോലെ തന്നെ സാധാരണ രൂപത്തിൽ ഇശാ ആണെങ്കിൽ ഇശാ നിസ്കരിക്കുക. സുബ്ഹിയെ ഒരിക്കലും ജംആക്കി നിസ്കരിക്കാൻ നമുക്ക് അനുവാദമില്ല. മറ്റു ഷർത്തുകൾ നേരത്തെ പറഞ്ഞ തർത്തീബ് ഉടനെ ചെയ്യുക, രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയം ആരംഭം യാത്രയിലായിരിക്കുക, ഒന്നാമത്തത് ശരിയായിട്ടുണ്ട് എന്നുള്ള ഭാവന ഉണ്ടായിരിക്കുക. ഈ 4 ഷർത്തുകളും ഒരുവിധം എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നതും അത് ഓട്ടോമാറ്റിക്കായി എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇനി നാം പിന്തിച്ച് ജംആക്കി നിസ്കരിക്കുകയാണ്. ഒരാൾ ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അയാൾ അതിനെ അസറിന്റെ സമയത്താണ് നിസ്കരിക്കുന്നത്, അതല്ലെങ്കിൽ മഗ്രിബിന്റെ നിസ്കാരത്തെ ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞല്ല, അതിന്റെ ഇശായിലേക്ക് ബന്ധിച്ചാണ് ജംആക്കി നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് 2 ഷർത്തുകളാണ്. ഒന്നാമത്തതും വളരെ മർമ്മപ്രധാനപ്പെട്ടതുമായ ഷർത്താണ്, ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് അഥവാ ഒന്നാമത്തെ വഖത്തിൽ ളുഹറിന്റെയോ അതല്ലെങ്കിൽ മഗ്രിബിന്റെയോ, ഇവിടെ ഇത് രണ്ടുമാണ് ജമ്മിന്റെ വിഷയത്തിൽ ഒന്നാമത്തെ വഖത്ത്. ഈ ളുഹറിന്റെയോ മഗ്രിബിന്റെയോ സമയത്ത് നാം കരുതണം, ഇൻഷാ അല്ലാഹ് ഈ ളുഹറിനെ ഞാൻ അസ്റിലേക്ക് ബന്ധിച്ച് ജംആക്കി നിസ്കരിക്കും, അതുപോലെ തന്നെ മഗ്രിബിനെ ഞാൻ ഇശായിലേക്ക് ബന്ധിച്ച് ജംആക്കി നിസ്കരിക്കും എന്ന കരുതൽ നിർബന്ധമാണ്, ഷർത്താണ്. രണ്ടാമത്തെ ഷർത്ത് രണ്ടാമത്തെ നിസ്കാരം അവസാനം വരെ, രണ്ടാമത്തെ നിസ്കാരത്തിന്റെ അവസാനം വരെ യാത്ര ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ യാത്ര അവസാനിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് പിന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നത് അവസാനിക്കുകയുള്ളൂ. മുന്തിച്ച് ജംആക്കുന്നതിൽ പറഞ്ഞ തർത്തീബ് ഉടനെ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം പിന്തിച്ച് ജംആക്കുന്ന ആൾക്ക് സുന്നത്താണ്, അഥവാ ഉടനെ നിസ്കരിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ആദ്യം ഒന്നാമത്തതും പിന്നീട് രണ്ടാമത്തതും, ളുഹർ ആദ്യം പിന്നീട് അസ്ർ, മഗ്രിബ് ആദ്യം പിന്നീട് ഇശാ, ഈ ഒരു തർത്തീബും പിന്തിച്ച് ജംആക്കുന്ന ആൾക്ക് സുന്നത്ത് മാത്രമേ ഉള്ളൂ. ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളത്, അഥവാ 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ 2 റക്അത്താക്കി നിസ്കരിക്കുന്നതിനാണ് ഖസ്റാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. പല ആളുകളുടെയും ധാരണ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ജംആക്കി നിസ്കരിക്കുക ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളത് രണ്ടും 2 കാര്യങ്ങളാണ്. അത് നാം ഒരുമിച്ച് ചെയ്യുമ്പോൾ ജംഉം ഖസ്റും ആക്കി നിസ്കരിക്കുക എന്ന് പറയും. അതിൽ ചില ആളുകൾക്ക് ജംആക്കി നിസ്കരിക്കാം, ചില ആളുകൾക്ക് ഖസ്റാക്കി നിസ്കരിക്കാം. ഒരാൾക്ക് അസ്റിനെ മാത്രം ഖസ്റാക്കാം, ളുഹറിനെ ഖസ്റാക്കി നിസ്കരിക്കാം, അസ്റിനെ ഖസ്റാക്കി നിസ്കരിക്കാം. എന്നാൽ ജംആക്കി നിസ്കരിക്കുക എന്നുള്ളത് മറ്റൊരു മസ്അലയാണ്. ളുഹറിനെ അസ്റിലേക്ക്,
മഗ്രിബിനെ ഇശായിലേക്ക് ഇങ്ങനെ കോർത്ത് ചേർത്ത് നിസ്കരിക്കുന്നതിനാണ് ജംആക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഖസ്റിന്റെ മസ്അലകൾ, അതിന്റെ വിശദ വിവരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. അതോടൊപ്പം തന്നെ രോഗിയുടെയും മറ്റു മഴയുള്ളപ്പോഴൊക്കെ എങ്ങനെയാണ് ജംആക്കാനുള്ള അവസരങ്ങൾ, അതിന്റെ നിബന്ധനകൾ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല നിസ്കാരങ്ങളും യാത്ര കാരണം നഷ്ടപ്പെടാറുണ്ട്. ഇനി ഒരു യാത്ര കാരണം നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുത്തി കൂടാ. അല്ലാഹു നമുക്ക് യാത്രയിലും അല്ലാത്ത സമയങ്ങളിലും നിസ്കാരത്തെ നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.